വനിതാ ദിനമാണിന്ന്. സ്ത്രീകളുടെ പോരാട്ടങ്ങളെയും അവകാശങ്ങളെയും അടയാളപ്പെടുത്തുന്ന ദിനം. എനിക്കൊപ്പം കുറച്ച് സ്ത്രീകളുണ്ട്. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് സ്വയം പര്യാപ്തതയിലേക്ക് നടന്നു നീങ്ങിയ കുറച്ച് വനിതകൾ, കോഴിക്കോട്ടെ ഓട്ടോ തൊഴിലാളികൾ. എനിക്കൊപ്പം അവരാണുള്ളത്. നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് ഈ ഓട്ടോ ഓടിക്കൽ എന്നുള്ളൊരു തൊഴിലേക്ക് എത്തിയത്. അതെ, ഞാൻ 2 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷേ ആ 2 വർഷമാണെങ്കിലും നമ്മളെ ഓട്ടോ കൂട്ടായ്മ ഒരുപാട് നല്ല ആൾക്കാർ, അതായത് നമ്മളെ ഈ കോഴിക്കോട് തന്നെ ഉള്ളൂ ഒത്തൊരുമിച്ച് നിൽക്കുന്നത്. അതായത് എവിടെയെങ്കിലും നമുക്ക് ആർക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഏത് ഓട്ടോക്കാരായാലും വന്ന് എന്താണെന്നുള്ള വേഗം വന്ന് ചോദിക്കും. നല്ല ഹെൽപ്പിംഗ് ആണ്. 2 വർഷം മാത്രമല്ല, 10, 20, 30 വർഷമൊക്കെ ഈ ഓട്ടോ ഓടിക്കുന്ന ചിലരുണ്ട് നമുക്കൊപ്പം. ചേച്ചിയുടെ പേരെങ്ങനെയാ? പ്രസീത. എത്ര കൊല്ലമായി ഓട്ടോ ഓടിക്കാൻ? 4 വർഷം. 34 വർഷമായി. അന്നൊക്കെ ഈ സ്ത്രീകളൊക്കെ ഓട്ടോ ഓടിക്കുമായിരുന്നു അന്നത്തെ കാലത്ത്? ഞങ്ങളാണ് ഇവിടെ ഫസ്റ്റ് ഇറങ്ങിയത് കോഴിക്കോട് സിറ്റിയിൽ. അന്ന് കരുണാകരൻ മന്ത്രിസഭയാണ് നിലവിലുണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് ഇനോഗ്രേഷൻ ചെയ്ത ടൗൺ ഹാളിൽ. ഞങ്ങളന്ന് 27 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞാനുണ്ട്, ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ബിന്ദു ഉണ്ട്, പിന്നെ പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ വണ്ടി പോകുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കും. പിന്നെ കയറാനൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ വല്ല എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുവോ, അങ്ങനത്തെ ഒക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിയോ? അതൊക്കെ എത്രയോ മാറി. ഇപ്പോൾ ലേഡീസ് ഓട്ട് മാത്രം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അന്ന് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ ഈ ടൗൺസ് നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അന്നത്തെ പോലീസുകാരും നല്ല സപ്പോർട്ടുള്ളൊരു. എൻ്റെ വീട് മുക്കത്താണ്, അരീക്കോട് മുക്കം. എവിടെയാണ് ഓട്ടോ ഓടിക്കുന്നത്? അരീക്കോട് മുക്കത്താണ് ഓട്ടോ ഓടിക്കുന്നത്. 16 വർഷമായി ഓട്ടോ ഓടിക്കുന്നത്. കുറേ പേരുണ്ടോ ആ റൂട്ടിൽ? സ്ത്രീകളില്ല, 3-4 പേരേ ഉള്ളൂ. 3-4 പേര്? എൻ്റെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. 40 വണ്ടിക്കാരുണ്ട്. അവരുടെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തൊണ്ടയാടാണ് ഓടുന്നത്. തൊണ്ടയാട് 20 വണ്ടിക്കാരുണ്ട്. എല്ലാം ജെൻസനാണ്. പക്ഷേ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കോഴിക്കോടിൻ്റെ ഓട്ടോക്കാരെ കുറിച്ചൊക്കെ ഭയങ്കര അഭിപ്രായമാണ് എല്ലാവർക്കും. അതുപോലെ തന്നെയല്ലേ നിലവിലെ അവസ്ഥ? അതെ, നല്ല അഭിപ്രായമാണ്. നമ്മളെ വിളിക്കൽ 9-10 മണി വരെയൊക്കെ പെട്ടെന്ന് വിളിച്ചാൽ ഓടി വരും. പിന്നെ ആക്സിഡൻ്റ് ആയവരൊക്കെ കൊണ്ടുപോകാറുണ്ട്. അത് രാത്രി സമയമൊന്നും നോക്കില്ല, 11 മണിക്ക് വരെ പോയിട്ടുണ്ട്. ഏതായാലും ഒരുപാട് വർഷം ഓട്ടോ ഓടിച്ചവരുണ്ട്. 10, 20, 30 വർഷമൊക്കെ ഓട്ടോ ഓടിക്കുന്നവരുണ്ട്. അവരവരുടെ ജീവിതത്തിൻ്റെ ഒരു വഴി തേടിയാണ് ഈ തൊഴിൽ തിരഞ്ഞെടുത്തത്. നിലവിലവർ വളരെ സന്തോഷത്തോടെ ആ ജോലിയുമായി മുന്നോട്ട് പോവുകയാണ്. അതൊരു കരുത്തിൻ്റെ ഒരു പ്രതീകം കൂടിയായി മാറുകയാണ് കോഴിക്കോട്ടെ ഓട്ടോ തൊഴിലാളികൾ.